വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളിലേക്കും ചരിത്രങ്ങളിലേക്കും ഒന്ന് കടന്നു ചെന്നാലോ? ഇടുക്കി ജില്ലയിലെ കുമളിയിൽ നിന്നും 14 കിലോമീറ്റർ ഉള്ളിലായി പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4386 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ ഒരു ദിവസം മാത്രം നട തുറക്കുന്ന ക്ഷേത്രം എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. കേരളത്തിലെ 108 ദുർഗാലയങ്ങളിൽ ഉൾപ്പെട്ട ക്ഷേത്രം ആണിത്. പാണ്ഡ്യനാടായ മധുരാപുരി ചുട്ടരിച്ച ശേഷം കണ്ണകി ചേരനാട്ടിലെത്തിയെന്ന ഐതിഹ്യത്തിലാണ് ഇവിടെ ക്ഷേത്രം ഉണ്ടായത്. പുരാതന ചേരനാട്ടിലെ മഹാരാജാവായിരുന്ന ചേരൻ ചെങ്കുട്ടവൻ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് വണ്ണാത്തിപ്പാറയിൽ കണ്ണകിക്ക് വേണ്ടി ക്ഷേത്രം സ്ഥാപിക്കുകയും അതിനെ കണ്ണകി കോട്ടം അല്ലെങ്കിൽ മംഗളാദേവി എന്ന് വിളിക്കുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം. ചരിത്രഗ്രന്ഥം എഴുതിയിട്ടുള്ള എസ്.എൻ. സദാശിവന്റെ അഭിപ്രായത്തിൽ ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ നിന്നുള്ള ശൈവമതക്കാരായ ചോളമറവപ്പടയുടെ ആക്രമണത്തിലാണ് നശിപ്പിക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. 6-ാം നൂറ്റാണ്ടിൽ കണ്ണകി പാണ്ഡ്യരാജ്യത്തിന്റെ പതനത്തിന് വഴിയൊരുക്കിയ ശേഷം സഖ്യപർവ്വതം കടന്ന് മംഗളാദേവി ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ള ബുദ്ധമഠത്തിൽ അഭയം പ്രാപിച്ചു. ശേഷം സന്യാസിനിയായി ജീവിച്ചു. ലഭ്യമായ തെളിവുകൾ ചേർത്ത് വായിച്ചാൽ ഇത് ശക്തമായ തെളിവാകുമെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. 9-ാം നൂറ്റാണ്ടിൽ ചോളരുടെ ആജ്ഞയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ശൈവസന്യാസിയായ സംബന്ധമൂർത്തിയും അദ്ദേഹത്തിന്റെ മറവ സൈന്യവും ഈ ക്ഷേത്രം പിടിച്ചെടുക്കുകയും സന്യാസിമാരെ വധിക്കുകയും പിന്നീട് ശബരിമലയിലെ ക്ഷേത്രം പിടിച്ചെടുക്കാനായി യാത്ര ചെയ്യുകയും ചെയ്തു എന്ന് കരുതപ്പെടുന്നു. ചിത്രപൗർണമി നാളിൽ മെയ് 12-നാണ് ഈ വർഷത്തെ മംഗളാദേവി ക്ഷേത്രത്തിലെ ഉത്സവം. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തുന്ന ഭക്തർക്കായി വിവിധ വകുപ്പുകൾ ചേർന്നാണ് സുരക്ഷയൊരുക്കുന്നത്. ചിത്രപൗർണമി നാളിൽ മെയ് 12-നാണ് ഈ വർഷത്തെ മംഗളാദേവി ക്ഷേത്രത്തിലെ ഉത്സവം. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തുന്ന ഭക്തർക്കായി വിവിധ വകുപ്പുകൾ ചേർന്നാണ് സുരക്ഷയൊരുക്കുന്നത്. കേരള തമിഴ്നാട് സർക്കാരുകൾ തമ്മിൽ ക്ഷേത്രാവകാശത്തെ ചൊല്ലി തർക്കം നിലനിൽക്കുന്നതിനാൽ ഇരു സംസ്ഥാനങ്ങളിലെയും ഭക്തർ ഒരുമിച്ചാണ് ഉത്സവം നടത്തുന്നത്.